ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു തൃപാദങ്ങളിൽ ശതകോടി പ്രണാമം. ആചാര്യപാദങ്ങളിൽ വന്ദനം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ആധ്യാത്മിക കുടുംബത്തിലെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, സ്നേഹനിധിയായ സുലേഖ ഷാജിമാം, ബഹുമാനപ്പെട്ട മുഖ്യ അഡ്മിൻ ആയ ശ്രീ അനിൽ ജിക്കും മറ്റെല്ലാ അഡ്മിൻ അംഗങ്ങൾക്കും പഠിതാക്കൾക്കും ബാലവേദിയിലെ കുഞ്ഞുമക്കൾക്കും വിനീതമായ നമസ്കാരം. മനുഷ്യകുലത്തിന് മുഴുവൻ വെളിച്ചം പകരാനായി ആയുസ്സും വപുസ്സും ആത്മതപസ്സും സമർപ്പിച്ച ഗുരുദേവൻ്റെ ജന്മ ഉദ്ദേശവും അവതാര പ്രസക്തിയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലവും ഒരു ലോകവും അതിവിദൂരമല്ല. നാരായണ ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും അതുല്യമാണ്. ആത്മോപദേശ ശതകത്തിലാകട്ടെ ഗുരുവിൻ്റെ ദർശന തനിമ നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. 1897 മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ കൃതി. ഒരു മാതൃകാ സ്ഥാനം തേടിക്കൊണ്ടുള്ള ആത്മീയ യാത്രയായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ്റേത്. ജാതിഭേദമില്ലാത്ത, മതദ്വേഷമേതുമില്ലാത്ത, അങ്ങനെ യാതൊരു വിഘ്നങ്ങളുമില്ലാത്ത, എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം. ഇവിടെ ലക്ഷ്യം നഷ്ടപ്പെട്ട് ഉഴലുന്നതായ ദരിദ്ര കോടികൾക്ക് നിസ്വർക്ക് ഒരു മാതൃകാസ്ഥാപനം പണിയേണ്ടതുണ്ടെന്ന കടുത്ത ഇച്ഛാശക്തിയോടുകൂടിയാണ് ഗുരു ആത്മീയ യാത്ര തുടങ്ങിയത്. മനുഷ്യനെ എങ്ങനെ നന്നാക്കാം എന്നതിൻ്റെ വെളിപാടുകൾ മതാതീതമായ ദൈവസങ്കല്പനം, മനുഷ്യസങ്കല്പനം, ചരിത്രസങ്കല്പനം, ഈ 3 സങ്കല്പനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലോകവീക്ഷണം, ഒരു പ്രപഞ്ചവീക്ഷണം ഗുരുവിനുണ്ട്. അനുകമ്പാദശകം, ദൈവദശകം, ആത്മോപദേശ ശതകം മുതലായ കൃതികളിലൂടെ എന്താണ് ഗുരു വെളിപ്പെടുത്തിയത്? ഞാൻ, അന്യം അന്യം എന്നിങ്ങനെയുള്ള ഭേദചിന്തകളെ കൈവിട്ട് എല്ലാം നമ്മൾ എന്ന നില ആയിത്തീരണം എന്നാണ് ഗുരു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് സമകല സമത്വത്തിൻ്റെതായ കല. അതിൽ എത്തിച്ചേരണമെന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആത്മോപദേശ ശതകത്തിലെ 4ാമത്തെ മന്ത്രമാണ് മനനം ചെയ്യുന്നതിനായി ലഭിച്ചിട്ടുള്ളത്. മന്ത്രം ഒന്നുരുവിട്ട് നോക്കാം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവുമൊരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങുമ അമ്മഹത്തറിവിലമർന്നതു മാത്രമായിടേണം. അറിയുക എന്നതും അറിയേണ്ടതായ വിഷയവും ഞാൻ അറിയുന്നവൻ എന്നുള്ളതും ഒരൊറ്റ ആദിമ സത്യത്തിൻ്റെ മഹിമാവ് മാത്രമാണ്. എങ്ങും നിറഞ്ഞു പ്രകാശിച്ചു നിൽക്കുന്ന ആ മഹത്തായ ആത്മാവിൽ സ്വയം അമർന്ന് അതിൽ ലീനനായി അതുമാത്രമായി തീരണം എന്നാണ് ഇതിൻ്റെ പൊരുൾ. ഏതൊരറിവും ഉണ്ടാകുമ്പോൾ അതിനെ വിശകലനം ചെയ്ത് നോക്കിയാൽ 3 കാര്യങ്ങൾ ഒന്നു ചേരുന്നതായി കാണാം. 1, അറിയേണ്ടതായ ഒരു വസ്തു. 2, അതിനെ അറിയുന്ന ഒരുവൻ ഉണ്ടായിരിക്കണം. 3, അറിയുക എന്ന സംഭവം നടന്നിരിക്കണം. ഇവയെ ജ്ഞേയം,
ജ്ഞാതാവ്, ജ്ഞാനം എന്ന് വിളിച്ചു പോരുന്നു. ഒരു കാഴ്ച കാണുമ്പോൾ കാണേണ്ട ദൃശ്യമുണ്ടായിരിക്കണം, കാണുന്ന ദൃക്കുണ്ടായിരിക്കണം, ദർശനം എന്ന സംഭവം നടന്നിരിക്കണം. വേദാന്തത്തിൽ ഇതിനെ ത്രിപുടി എന്ന് വിളിക്കുന്നു. എല്ലാ സത്യാന്വേഷണത്തിലും ഒരു അന്വേഷകനുണ്ട്, അന്വേഷിച്ച് കണ്ടെത്തേണ്ട സത്യമുണ്ട്, അന്വേഷണമുണ്ട്. ഈ 3 മന്ത്രങ്ങളും ചേർന്നതാണ് ത്രിപുടി. സ്വന്തം ഉണ്മയുടെ രഹസ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് മാത്രമേ ജീവിതത്തെ ആനന്ദമയമാക്കാൻ പറ്റൂ. ജീവിതത്തെ തന്നെ അറിയാനുള്ള സാധനയായി രൂപാന്തരപ്പെടുത്താൻ ആത്മോപദേശ ശതകം പഠിക്കുന്നതും മനനം ചെയ്യുന്നതും ഇടയാകണം. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ പെരുത്ത നൂറ്റാണ്ടിലിടയ്ക്കൊരിക്കലീ മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടന്നു പാന്തരായി വരുന്നവർക്കായി തണൽ മുറ്റമേകുവാൻ. അതെ, ലോകമരുഭൂമിയിൽ വാടിത്തളർന്നു വീണ പഥികർക്ക് തണൽ നൽകി കുളിരേകുന്നതിനു വേണ്ടി പരമകാരുണികനായ ഈശ്വരൻ നൂറ്റാണ്ടുകളുടെ മധ്യത്തിൽ നട്ട കൽപ്പവൃക്ഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ മാത്രം സംഭവിച്ചതാണ്. ഗുരുദേവനെ പോലൊരു മഹാപുരുഷനെ കാണുവാൻ ഇനി ലോകം ചുരുങ്ങിയത് 1000 വർഷമെങ്കിലും കാതോർത്തിരിക്കണം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ പദാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.